എന്നെ വിളിച്ചിരുന്നു, പേസുകാരൻ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടി വിടുമെന്നൊന്നും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി നൽകിയ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടി വിടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അങ്ങനെയൊന്നുമില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്ന് എന്തായാലും പുറത്തു വരും. കുറച്ച് സീറ്റുകളിൽ കൂടി തീരുമാനം ഉണ്ടാകാനുണ്ട്. അതുകൊണ്ട് ആണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്തത്. UDF-ന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ചുള്ള നടപടികളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 24 മണിക്കൂറിനകം ലിസ്റ്റ് വരുമെന്ന്. അല്ല, അത് ശരിയാണ്, അങ്ങനെ പറഞ്ഞെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. നമ്മളൊരു CPM-നെ പോലെ ഒരു പ്രാദേശിക പാർട്ടി അല്ലല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടല്ലാതെ നമുക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇന്ന് ലിസ്റ്റ് വരും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അല്ല, അത് എല്ലാ കാലഘട്ടത്തിലും കുറച്ച് സമയമെടുക്കും. ഇപ്പൊ ഇലക്ഷൻ പെട്ടെന്ന് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഏതായാലും നല്ല ഒരു വിജയത്തിലേക്ക് UDF-നെ എത്തിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. MP-മാരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അതിനകത്ത് നമ്മൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ചില MP-മാർ നിന്നാൽ വിജയിക്കുന്ന സീറ്റുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവരെ നിർത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇല്ല, അതൊക്കെ പണ്ടും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ തന്നെ MLA ആയിരിക്കുമ്പോഴാണ് MP ആവുന്നത്. പിന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതൊക്കെ ഉണ്ടാകാറുള്ള കാര്യങ്ങളാണ്. ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് നേരത്തെ ഒരു ധാരണയിലെത്തി നിന്നിരുന്നെങ്കിൽ പെട്ടെന്ന് സ്ഥാനം. അല്ല, നമ്മളിത്ര പെട്ടെന്ന് ഇങ്ങനെ ഇലക്ഷൻ വരുമെന്ന് ധരിച്ചില്ലല്ലോ. സാധാരണഗതിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിട്ടില്ല. കാരണം ഈസ്റ്റർ വരുന്നു, പെരുന്നാൾ വരുന്നു. ഇതിനിടയിൽ വളരെ ചുരുങ്ങിയ ഡേറ്റിനുള്ളിൽ ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പം അത് ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ഒരു പാർട്ടിയും കേരളത്തിൽ കരുതിയില്ല. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരല്പ ഡിലേ വേണ്ടി വന്നത്. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പലരും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. MJ ജോബ് അടക്കമുള്ള കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ BJP-യിലും അതോടെ മറ്റു പാർട്ടികളിലേക്കും പോകുന്നു. അത് കോൺഗ്രസിന് ദോഷമല്ല ഈ ഘട്ടത്തിൽ? അതിപ്പോ എല്ലാ പാർട്ടിയിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ താഴെത്തട്ടിൽ ഒരു CPM-ന് എത്രയോ ആളുകൾ പുറത്തു പോയി. അല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ചോദിക്കുമ്പോൾ G. സുധാകരനെ പോലെ 63 വർഷം പാർട്ടി നേതാവായി ആലപ്പുഴ ജില്ല അടക്കി ഭരിച്ച നേതാവായ അദ്ദേഹം തന്നെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം മൂന്നാം മുഴുവൻ പിണറായി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറയട്ടെ. നിങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇന്നത്തെ G. സുധാകരന്റെ പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാകും. ഞങ്ങളുടെ അത് സമ്മർദ്ദവും ചേർത്തിട്ടില്ല. അല്ല, അതിപ്പോ ഇന്ന് അതുകൂടെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് MP-മാര് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അല്ലാണ്ട് നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. അത് നിങ്ങളിങ്ങനെ ഓരോ വാർത്ത കൊടുക്കുകയാണ്. രാവിലെ എന്നെ വിളിച്ചിരുന്നു, പേസുകാരൻ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടി വിടുമെന്നൊന്നും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി നൽകിയ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടി വിടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല.